ഡീസൽ എന്നത് നമുക്കിന്നൊരു മോട്ടോർ വാഹന ഇന്ധനമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു എഞ്ചിനീയറുടെ പേരായിരുന്നു ഡീസൽ. ഡീസൽ എഞ്ചിന്റെ കണ്ടുപിടുത്തം കൊണ്ടും നിഗൂഢമായ തന്റെ മരണം കൊണ്ടും പ്രസിദ്ധനായ ഒരു ജർമ്മൻ സ്വദേശിയായ മെക്കാനിക്കൽ എഞ്ചിനീയറും സംരംഭകനുമായിരുന്നു റുഡോൾഫ് ക്രിസ്റ്റ്യൻ കോൾ ഡീസൽ. 1942 ഇറങ്ങിയ ഡീസൽ എന്ന ചലച്ചിത്രം ഇദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ്. ഹെന്നീസ് ഡീസലിന്റെയും തിയോഡർ ഡീസലിന്റെയും 3 മക്കളിൽ രണ്ടാമനായി 1858 മാർച്ച് 18-ന് ഡീസൽ പാരീസിൽ ജനിച്ചു. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം കാരണം ഡീസൽ ബാല്യത്തിൽ ഇംഗ്ലണ്ടിലും ബവേറിയയിലുമെല്ലാം മാറി മാറി താമസിച്ചിട്ടുണ്ട്. എങ്കിലും എവിടെ പോയാലും പരീക്ഷകളിലെല്ലാം ഒന്നാമനായി തന്നെ വിജയം കൈവരിച്ചിരുന്നു. 14-ാം വയസ്സിൽ തനിക്കൊരു എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ അറിയിക്കുകയും എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേരുകയും ചെയ്തു. അവസാനം പാരീസിൽ താമസമാക്കിയതോടെ ഡീസൽ വീട്ടിലൊരു പരീക്ഷണശാലയുണ്ടാക്കി. 15 വർഷത്തെ പരിശ്രമം കൊണ്ട് ഒരു പുതിയ മോട്ടോർ എഞ്ചിൻ രൂപപ്പെടുത്തി. 1883-ൽ അദ്ദേഹം മാർത്തയെ വിവാഹം കഴിച്ചു. റുഡോൾഫ്, ഹെഡി, യൂജീൻ എന്നീ 3 മക്കളുടെ പിതാവായ അദ്ദേഹം പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പ്രശസ്തി നേടി. 1890-ന്റെ തുടക്കത്തിൽ കുടുംബവുമായി അദ്ദേഹം ബെർലിനിലേക്ക് താമസം മാറ്റുകയും താപ കാര്യക്ഷമതയെക്കുറിച്ചും ഇന്ധന കാര്യക്ഷമതയെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. അമോണിയ വാതകം ഉപയോഗിച്ച് ആവിയന്ത്രം ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ അത് പൊട്ടിത്തെറിക്കുകയും ഗുരുതരമായ പരിക്കേറ്റ് മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. തൽഫലമായി ആരോഗ്യത്തിനും കാഴ്ചയ്ക്കും കുറവുണ്ടാകുകയും ചെയ്തു. കാർനട്ട് സൈക്കിൾ തത്വം ഉപയോഗിച്ച് ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്യാനുള്ള പണികൾ അദ്ദേഹം ആരംഭിക്കുകയും 1886-ൽ മോട്ടോർ വാഹനമുണ്ടാക്കിയ കാൾ ബെൻസിന് 1893-ൽ ഇതിന്റെ പേറ്റന്റ് നൽകുകയും ചെയ്തു. ആവിയന്ത്രത്തിന് പകരമായി പുതിയൊരു യന്ത്രം ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു പ്രബന്ധം എഴുതി. അത് വായിച്ച പല എഞ്ചിനീയർമാരും അദ്ദേഹത്തെ കളിയാക്കുകയാണ് ഉണ്ടായത്. 4 കൊല്ലം കൊണ്ട് ഡീസൽ തന്റെ എഞ്ചിന്റെ കോട്ടങ്ങളെല്ലാം തീർത്ത് എഞ്ചിനീയർമാരെ വിളിച്ചുകൂട്ടി അതിന്റെ പ്രവർത്തനം കാണിച്ചു കൊടുത്തു. മുമ്പ് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു, അദ്ദേഹത്തെ പ്രശംസിച്ചു. ജർമ്മനിയിലും ഫ്രാൻസിലും അനവധി പാറ്റന്റുകൾ ഡീസൽ സ്വന്തമാക്കി. ബ്രിട്ടീഷ് നാവിക കാര്യാലയം ഡീസലിനെ അവിടേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് കപ്പലിൽ കയറിയ അദ്ദേഹം 1913 സെപ്റ്റംബർ 29-ന് അത്താഴത്തിന് ശേഷം രാത്രി 10 മണിയോടെ പിറ്റേന്ന് രാവിലെ 6:15-ന് വിളിക്കണമെന്ന നിർദ്ദേശം നൽകിയ ശേഷം തൻ്റെ റൂമിലേക്ക് പോയി. അതാണ് അദ്ദേഹത്തെ അവസാനമായി ജീവനോടെ കണ്ട സന്ദർഭം. കിടന്ന കിടപ്പിൽ തന്നെ കാണാവുന്ന പോലെ വച്ചിരുന്ന വാച്ചും ആരും കിടക്കാത്തതുപോലെ വിരിച്ചിട്ട കിടക്കയുമാണ് പിറ്റേന്ന് രാവിലെ കണ്ടത്. ആ മഹാശാസ്ത്രജ്ഞൻ 55-ാം വയസ്സിൽ അറ്റ്ലാന്റിക് കടലിൽ വീണു മരിക്കുകയാണ് ഉണ്ടായത്. ആ മഹാന്റെ പേര് ലോകമെങ്ങും ഇന്നും നിലനിൽക്കുന്നു. ഡീസലിന്റെ കാലശേഷം ഡീസൽ എഞ്ചിനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ആവിയന്ത്രങ്ങൾക്ക് പകരക്കാരനാവുകയും ചെയ്തു. ഇന്ന് അന്തർവാഹിനികളിലും കപ്പലുകളിലും ലോറികളിലും ആധുനിക വാഹനങ്ങളിലുമെല്ലാം ഡീസൽ യന്ത്രം ഉപയോഗിച്ചു തുടങ്ങി. കരുത്തും ശക്തിയും ഉള്ളതിനാൽ വലിയ ട്രക്കുകളിലും ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്.